ദുൽഖർ സൽമാൻ അഭിനയിച്ച ഫിലിം ലക്കി ഭാസ്കർ. അതിനകത്തൊരു ഡയലോഗുണ്ട്. ഹിസ്റ്ററി ഓൾവേസ് റിമെമ്പേഴ്സ് ഹൗ യു ഫിനിഷ്ഡ്. നിങ്ങൾ എവിടെ തുടങ്ങിയെന്നോ എങ്ങനെ തുടങ്ങിയെന്നോ അല്ല, എങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നാണ് അവസാനം. ദാറ്റ് മാറ്റേഴ്സ്. ആൻഡ് എനിക്ക് ഈ ഫിലിം കണ്ടപ്പോഴും അങ്ങനെയാണ് തോന്നിയത്. ആൻഡ് ഫിലിമിൻ്റെ പേര് ഐ നോബഡി, ഡയറക്ടഡ് ബൈ നിസാം ബഷീർ, ദ ഡയറക്ടർ ഓഫ് റോഷാർക്ക് ആൻഡ് കെട്ടിയോള ആൻഡ് മാലാക, സ്റ്റാറിങ് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് ആൻഡ് പിന്നെ കുറേ പേരുണ്ട്. ആൻഡ് എനിക്ക് ഈ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി വർക്കായില്ല. നമുക്ക് പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വർക്കായി, ബട്ട് ഓവറോൾ എനിക്ക് ഫിലിം വർക്കായില്ല. ആൻഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ടെക്നിക്കലി ഒരു കുറ്റം പറയാനില്ല, ടു ഗുഡ്. ലൈക്ക് ആകെ എനിക്ക് അത് നമുക്ക് നെഗറ്റീവ് പറയാം. ആൻഡ് ടെക്നിക്കലി ഒരു മോശം പറയാനില്ല. ആൻഡ് ഇറ്റ്സ് ഡിസേർവ്സ് എ തിയേറ്റർ വാച്ച് എന്ന് എനിക്ക് ടെക്നിക്കൽ സൈഡ്, ഈ ടെക്നിക്കലി മേക്കിംഗ് ക്വാളിറ്റി തന്നെ നമുക്ക് തിയേറ്ററിലോട്ട് കാണാൻ പറ്റാം. ആൻഡ് അത് പറയുമ്പോഴും എനിക്കതിൽ കുറച്ച് വിയോജിപ്പുണ്ട്. അത് നമുക്ക് നെഗറ്റീവ്സിലേക്ക് പോകാം. ആൻഡ് സെക്കൻഡ് പോസിറ്റീവ് പെർഫോമൻസസ് തന്നെയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. ലൈക്ക് അവർക്ക് കിട്ടിയ റോള് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം പാർവതി തിരുവോത്താണേലും അശോകൻ്റെ ഒരു റോളുണ്ട്, അശോകനാണേലും പിന്നെ ഹക്കീം ഷാ, അങ്ങനെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മോശം എന്ന് പറയാനായിട്ട് ആരുമില്ലായിരുന്നു. ആൻഡ് മേജർ പോസിറ്റീവ്സ് പൃഥ്വിരാജ്. ആൻഡ് എനിക്ക് മലയാളത്തിൽ ഏറ്റവും വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് ആക്ടേഴ്സാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആൻഡ് ഈ പടം ലൈക്ക് പുള്ളിക്കാരുടെ കുറച്ച് ലാസ്റ്റ് ഫിലിംസൊക്കെ, അതായത് വിലായത്ത് ബുദ്ധയൊന്നും അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പോലും ഇല്ല. ലൈക്ക് അത്രയ്ക്ക് ശോകമായിരുന്നു. ആൻഡ് ഹീസ് എ പക്ക ഡയറക്ടേഴ്സ് ആക്ടർ. ഡയറക്ടർ നല്ലതാണെങ്കിൽ ഹി വുഡ് ഡു ഗുഡ്. ലൈക്ക് ആ ക്യാരക്ടറിന് വേണ്ടതായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഡയറക്ടർ മോശമാണെങ്കിൽ പുള്ളിക്കാരനും മോശമാവും. ആൻഡ് അത് പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഫിലിംസിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇൻ ദിസ് ഫിലിം ഓൾസോ പുള്ളിക്കാരൻ ആ റോൾ, രാജീവ് എന്ന് പറഞ്ഞ റോള് അടിപൊളിയായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് വാസ് പീക്ക്, ആബ്സല്യൂട്ട് സൂപ്പർ. എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു, നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല. ബിക്കോസ് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അടുത്ത പോസിറ്റീവ് ജേക്സ് ബിജോയ് തന്നെയാണ്. ജേക്സ് ബിജോയ് ഒരു ബ്രാൻഡ് തന്നെയാണ്, മിനിമം ഗ്യാരണ്ടിയാണ്. ആൻഡ് ഇതിനകത്താണ് ലൈക്ക് മോളിവുഡ് ടൈംസിൻ്റെ റിവ്യൂ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, പുള്ളിക്കാരൻ്റെ പേരുണ്ടെങ്കിൽ അതൊരു മിനിമം ഗ്യാരണ്ടിയാണ്. അത് ഇതിലും സേവ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിനെ ഒരു കണ്ടോണ്ടിരിക്കാനല്ല, ഫസ്റ്റ് ഹാഫ് ഫുള്ള് ജേക്സ് ബിജോയിൻ്റെ കത്തിക്കൽ പരിപാടി തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് നമുക്ക് പറയാം. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പോസിറ്റീവ്സ് ആയിട്ട് പറയാൻ. ടെക്നിക്കലി ടോപ്പ് നോച്ച്. ആൻഡ് നമുക്കിനി നെഗറ്റീവ്സിലേക്ക് പോകാം, അത് കുറച്ച് കൂടുതലാണ്. ഒന്നാമത്തെ നെഗറ്റീവ്, സെക്കൻഡ് ഹാഫ് വാസ് വെരി ഫ്ലാറ്റ്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഒട്ടുമേ വർക്കായില്ല. ഇതിൻ്റെ ഡ്യൂറേഷൻ, ഇത് എഡിറ്റിംഗ് വാസ് നൈസ്. ലൈക്ക് കട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ബട്ട് ഇത് ട്രിം ഡൗൺ ചെയ്യണം. ലൈക്ക് ഇത് ഭയങ്കര ലോങ് ആണ്. ലാസ്റ്റ് തീരുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പം ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങി പോയായിരുന്നെങ്കിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയതിനെന്ന് പോലും തോന്നി. സെക്കൻഡ് ഹാഫ് തീരുന്നില്ല, ക്ലൈമാക്സ് ആയിട്ടും ലൈക്ക് ഈ പടം തീരുന്നില്ലേ എന്ന് തോന്നിപ്പോയി. അത് കുറേ നാൾക്ക് ശേഷമാണ് ഒരു പടം തീരുന്നില്ലേ എന്ന് തോന്നി അവിടെ ഇരുന്ന് എങ്ങനെയും തീർന്നാൽ മതി എന്ന് തോന്നിയത്. എനിക്ക് സെക്കൻഡ് ഹാഫ് ഒട്ടുമേ വർക്കായി. ഒരു ഫിലിം അതിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണമെന്നൊന്നും ഇല്ല. ലൈക്ക് അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ലൈക്ക് അതിനൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിട്ടല്ല, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആ ഫിലിമിന് ബ്ലെൻഡായി പോകണേ ഓക്കെ. പക്ഷേ ഇത് എടുത്ത് പിടിച്ചേക്കുന്നു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ ഓപ്പോസിറ്റ് സൈഡ്സായിട്ട് ഭയങ്കരമായിട്ട് കോൺട്ര ചെയ്ത് നിൽക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നി. ആൻഡ് സെക്കൻഡ് ഹാഫ് വാസ് ടു ബാഡ്. പിന്നെ ഉള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡിനകത്ത് 2 ഷോട്ടുണ്ട്, ഡ്രോൺ ഷോട്ട്. അത് പെട്ടെന്ന് ക്വാളിറ്റി, അതിപ്പം ഭയങ്കര പെട്ടെന്ന് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് പെട്ടെന്ന് ആ ഡ്രോൺ ഷോട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോണിൽ എടുത്തു കൂട്ടും, ഭയങ്കര ക്വാളിറ്റി ഡൗൺ ആകുന്നുണ്ട്. ആ ഷോട്ട് അവിടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് കട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ആൻഡ് ആ 2 ഷോട്ട് എനിക്ക് പെട്ടെന്ന്, നമുക്ക് ഇത്രയും ഹൈ ക്വാളിറ്റി വിഷ്വൽസ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ക്വാളിറ്റി ഡ്രോപ്പ് നമുക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് മിനിമൽ, അത് വലിയ നെഗറ്റീവ് ഒന്നും അല്ല. അതെനിക്ക് കണ്ടപ്പം എനിക്കത് പറയണമെന്ന് തോന്നി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സ് ഫോർ മീ, ഇപ്പം ലാസ്റ്റ് ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ വെറുതെ ആക്കി കളഞ്ഞു. ലൈക്ക് ഒരു ഫീലിങ്ങും ഇല്ല, പെട്ടെന്ന് തീർന്നു പോവാം എന്നുള്ള സീനാണ്. ഇറങ്ങി ഓടിയാലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഒട്ടുമേ ലാസ്റ്റ് വർക്കായില്ല. ഫസ്റ്റ് ഹാഫ് കണ്ട ഒരു ഫിലിം സെക്കൻഡ് ഹാഫ് ഇത് വേറെ ഏതോ പടം പോലെ ആയിരുന്നു. എനിക്ക് ഒട്ടുമേ സെക്കൻഡ് ഹാഫ് വർക്കായില്ല. ആൻഡ് ഓവറോൾ എനിക്കിത്
ടെക്നിക്കലി ടു ഗുഡ് എല്ലാം നന്നായിരുന്നു. പക്ഷേ എന്തൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞാലും എൻഡിങ് അടിപൊളിയായ ചിലപ്പോൾ നമ്മൾ ക്ലൈമാക്സ് അടിപൊളിയായ നമ്മൾ ഇത്രയും ഇപ്പോൾ ലാഗ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ക്ലൈമാക്സ് അടിപൊളിയാണെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് നേരെ തിരിച്ചാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാക്കി എടുത്ത് വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര ശോകം. ആൻഡ് ഫോർ മീ ഇറ്റ്സ് എനിക്ക് വർക്കായില്ല. യു ക്യാൻ ഗോ ഫോർ വാച്ച്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് എനിക്കിത് വർക്കായില്ല. ഞാനിങ്ങനെ ഒരാളോട് തിയേറ്ററിൽ പോയി റെക്കമെൻഡ് ചെയ്യില്ല കാണാൻ. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇറങ്ങിപ്പോകാൻ പറയും. അത് ഞാൻ ഒരാൾ ലൈക്ക് നിങ്ങളുടെ ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഈ ഫിലിം അങ്ങനെ വർക്കായില്ല. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഇനി അടുത്തത് ഖലീഫ. അതിലെനിക്കൊരു കുറച്ച് ഹൈപ്പുണ്ട്, ഹൈ ഹോപ്സാണ്. അതിന് ഓഗസ്റ്റ് ലെറ്റ്സ് സീ. ഇത് എന്നാലും എനിക്ക് ഐ നോബഡി എനിക്ക് കുറച്ച് പ്രതീക്ഷയുള്ള ഫിലിമായിരുന്നു. ബട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി. ചിലപ്പം എക്സ്പെക്റ്റേഷൻസ് വെച്ചായിരിക്കും എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയി. ആൻഡ് ഇറ്റ്സ് സോ സാഡ് ടു സേ ദാറ്റ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.